വിദേശത്ത് പോകുമ്പോഴും അവർക്ക് യാതൊരു ഹെഡേക്കും ഇല്ല. WPC ആണ്. ഇത് പൊടിയത്തില്ല, ചെതലെടുക്കുകയില്ല, വെള്ളത്തിന്റെ പ്രോബ്ലം ഇല്ല, അറ്റ്മോസ്ഫിയർ കണ്ടീഷൻസ് ഒന്നും ഇതിനെ അഫക്ട് ചെയ്യുന്നില്ല, വെതർ കണ്ടീഷൻസ് ഒന്നും ഇതിനെ ബാധിക്കുന്നില്ല. പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വീട് പണിയുമ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാവുന്ന ഒരു ബെസ്റ്റ് അവൈലബിൾ പ്രൊഡക്റ്റ് ആണ് WPC. അത് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഞങ്ങൾ വി ഓൾവേസ് വെൽക്കം ആൻഡ് ഇൻവൈറ്റ് ഓൾ ഓഫ് ദം കം ആൻഡ് സീ and yourself justify the product is good or not. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. WPC എന്ന മെറ്റീരിയലിനെ പറ്റി പലരും ഇപ്പോൾ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഡോർസ്, വിൻഡോസ്, ഒരു വീടിനനുബന്ധമായിട്ടുള്ള എല്ലാ കാർപ്പൻട്രി വർക്കുകളും ഇപ്പം WPCയിലാണ് കൂടുതൽ ആൾക്കാരും ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ പന്തളത്തുള്ള നന്ദനം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞ സ്ഥാപനത്തിലാണ്. ഇവിടെ WPC കൊണ്ടുള്ള ഒരുപാട് മെറ്റീരിയൽസ് പണിത് കൊടുക്കുന്ന ഒരു വർക്ക്ഷോപ്പാണ്. അവർ ചെയ്യുന്നത് ഫ്ലോറസ്റ്റ എന്ന ബ്രാൻഡിലുള്ള WPC ആണ്. അപ്പോൾ അതിന്റെ കൂടുതൽ കാര്യങ്ങളും ഡീറ്റെയിൽസും അതിന്റെ കോസ്റ്റ്, അതെങ്ങനെയാണ് ചെയ്യുന്നത്, എവിടെയൊക്കെ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നീ കൂടുതൽ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്ലോറസ്റ്റ എന്ന WPCയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് നമ്മുടെ അതിന്റെ കേരളത്തിന്റെ മാർക്കറ്റിംഗ് ബിസിനസ് ഹെഡ് മിസ്റ്റർ വർഗീസ് സാറുണ്ട്. അടൂരല്ലേ നമ്മുടെ ഹെഡ് ഓഫീസ്? ഓൾ കേരള അടൂരാണ് ഓഫീസ്. അപ്പൊ സാറേ, ഇവരെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടുത്തും. ആരൊക്കെയാണിത് എന്നൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടുത്തും. ഓക്കെ, ആദ്യം ഫ്ലോറസ്റ്റ WPCയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് വർഗീസ് ഡാനിയൽ. ഞാൻ സീനിയർ അസോസിയേറ്റ് ആയിട്ട് ഓൾ കേരള വർക്ക് ചെയ്യുന്നു. ഓക്കെ. എൻ്റെ കൂടെ നമ്മളിപ്പോൾ നിൽക്കുന്നത് നന്ദനം അസോസിയേറ്റ്സ്, അത് കമ്പനിയുടെ OEM ആണ്. ഫ്ലോറസ്റ്റയുടെ എക്സ്ക്ലൂസീവ് OEM ആയിട്ട് ഓൾ കേരള നന്ദനം ചെയ്യുന്നുണ്ട്. സുരേഷ് എന്നാണ് പേര്. എന്റെ കൂടെ ഉള്ളത് സുരേഷ് ഇതാണ് മിസ്റ്റർ സുരേഷ്. ഓക്കെ. കൂടെ ഉള്ളത് മിസ്റ്റർ റെജി ജോൺസൺ. ഇത് പിന്നെ കമ്പനി സ്റ്റോക്കിസ്റ്റ് ചാനൽ പാർട്ട്ണർ ഫ്ലോറസ്റ്റയുടെ ഓൾ കേരള കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം നോക്കുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ളത് മിസ്റ്റർ സുബ്രഹ്മണ്യമാണ്. ഇദ്ദേഹം വൈസ് പ്രസിഡന്റ്, ഡൽഹി ബേസ്ഡ് ഫ്ലോറസ്റ്റ കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ട് ഡൽഹിയിലാണ് ബേസ് ചെയ്തിരിക്കുന്നത്. ഈ പ്രോഡക്റ്റിനെ കുറിച്ച് അത്യാവശ്യ ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി ഐ ആം ഹാൻഡിങ് ഓവർ ദ മൈക്ക് ടു മിസ്റ്റർ സുബ്രഹ്മണ്യം. ഹി വിൽ ടെൽ അബൌട്ട് ദി കമ്പനി ആൻഡ് ദ പ്രോഡക്റ്റ്. നമസ്കാരം, വെൽക്കം ടു ഹനുക്ക ഹോംസ് യൂട്യൂബ് ചാനൽ. Thank you. May I know about what is WPC, main features of WPC? Please explain that. WPC. Let me first of all introduce myself. I am K.R. Subramaniam. Yeah. We are manufacturing actual WPC in the name of Floresta, in the brand name of Floresta. Head office in? Our manufacturing unit is in Rudrapur, Uttarakhand. Our marketing head office is in Delhi. Wow. Our directors are in Calcutta. Okay. And I am taking full charge of WPC, everything. Okay. What is WPC? WPC stands Wood Polymer Composite. Okay. We are the first person in India who are manufacturing actual WPC. You can ask me, what do you mean by actual WPC? Actual WPC, yeah. In earlier days, people used to call PVC board as a WPC. Now we have introduced actual WPC in the market and educated in the market what is the difference between WPC and the PVC boards. Okay. PVC boards are in white color, polymer boards. Okay. Actual WPC, when you put actual wood dust inside the polymer, it will become an actual WPC. Okay. What is the main difference between wood and WPC? Polymer boards. Yeah. Polymer boards are main raw material consists of the main is a polymer, second is a calcium, and third is additives. When you add extra wood powder inside, additional fourth item is a wood powder. That means calcium, polymer, wood powder, and additive. All four together will become an actual WPC. And we are manufacturing actual WPC with a European technology mission. Okay. It's not a Chinese machinery technology, absolutely a European technology machine. And there lies a difference between the European technology and the Chinese technology. Okay. So our product is our product is much better than other products because first of all we are manufacturing with the European technology product, and we are adding
actual virgin polymer. Not only the virgin polymer, other additives also, even the calcium part also, we take the best calcium. In India, you can get a calcium. Calcium is a sand only, rock sand. So sir, we want to some details in our local language. Mr. Raji sir, Right. also to know about And details. let me okay. Thank you. Mr. Raji Johnson, please. And let me introduce sir. myself, Mr. Thank you. Mr. Suresh. Suresh. We are appointed Mr. Suresh as Nandram Industries of Florastra OEM for entire Kerala. Entire Kerala. Since day one. Oh, He is associated with us since day one. day one. Thank you very much for that. Thank you very much. Thank you. Thank you, Johnson ji. Thank you. സാറേ ഇതിനെപ്പറ്റി ഈ WPC എന്ന മെറ്റീരിയലിനെ പറ്റി കൂടുതൽ ആൾക്കാർ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. പലരും ഇപ്പോഴും വുഡ്, സ്റ്റീല് അങ്ങനെയുള്ള പല കാര്യങ്ങൾ. അപ്പൊ നമുക്ക് ഇതുമായിട്ടുള്ള ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്താണ് ഈ WPC എടുക്കണം എന്ന് പറയാൻ? ഇപ്പൊ വുഡ് ഉപയോഗിക്കുന്നതും അല്ലെങ്കിൽ സ്റ്റീൽ ഉപയോഗിക്കുന്നതും അതാണ് ആൾക്കാർക്ക് മെയിൻ ആയിട്ട് അറിയേണ്ടത്. ഞങ്ങൾ 5-6 വർഷമായി WPC-യുമായിട്ട് ഈ മാർക്കറ്റിൽ സ്ഥിര സാന്നിധ്യമാണ്. പക്ഷെ ഈ അടുത്ത സമയത്ത് ഞങ്ങൾ കാണുന്നത്, ഇപ്പൊ ഏതാണ്ട് ഒരു ലാസ്റ്റ് 2 years കാണുന്നത്, പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ കാണുന്നത്, വീട് നിർമ്മിക്കാൻ ആര് പ്ലാൻ ചെയ്യുന്നു അവർ ഈ സ്കെച്ച് സ്റ്റേജിൽ, ഡ്രോയിങ് സ്റ്റേജിൽ തന്നെ WPC-യെ കുറിച്ച് അന്വേഷിക്കാൻ ഒരു വലിയ താല്പര്യം കാണിക്കുന്നുണ്ട്. അതൊരു വലിയൊരു കാര്യമാണ് ഞങ്ങളെ സംബന്ധിച്ച്. ഒരുപാട് പേര് അപ്പൊ WPC എന്ന് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ഫ്ലോറസ്റ്റയെ കുറിച്ച് അന്വേഷിച്ചിട്ടേ വേറൊരു പ്രൊഡക്റ്റിലേക്ക് അവർ പോകുള്ളൂ. കാരണം ഫ്ലോറസ്റ്റയാണ് ഇവിടെ ആദ്യം വന്നത്. ആക്ച്വൽ WPC ഫ്ലോറസ്റ്റയാണ്. ഫ്ലോറസ്റ്റയുടെ ഞങ്ങളിപ്പോ ചെയ്ത പ്രൊജക്ടുകളുടെ ആ വിശ്വാസ്യത ഒരുപാട് സ്പ്രെഡ് ആയിട്ടുണ്ട്. ഈ മൗത്ത് ടു മൗത്ത് അഡ്വർടൈസ്മെന്റ് ആണല്ലോ ഏറ്റവും വലിയ ഒരു ഘടകം. ഇപ്പൊ ഞങ്ങൾ തന്നെ ഞങ്ങളുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് ബൂസ്റ്റ് ചെയ്ത് പറയുന്നതിലും ഞങ്ങളുടെ ക്ലയൻസ് പറയുന്ന കാര്യങ്ങൾ മാർക്കറ്റിൽ ശരിക്കും ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞങ്ങൾക്ക് നന്ദനമൊക്കെ ഫുൾ ബിസിയാണ്. ഞങ്ങൾക്കിപ്പം കൊട്ടേഷൻസ് ചെയ്യാൻ പറ്റാത്ത സമയം കേരളത്തിൽ എല്ലായിടത്തും സപ്ലൈ ഞങ്ങൾ എവിടെ വേണമെന്നുണ്ടെങ്കിലും സപ്ലൈ ചെയ്യാം. ഞങ്ങൾ ഈവൻ ബാംഗ്ലൂർ വരെ ഞങ്ങൾ ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യുന്നുണ്ട്. ഞങ്ങളിപ്പോ ഇത്രയും സക്സസ് ഒക്കെ ആയപ്പോൾ കമ്പനിയുടെ ഹെഡും വരണം, ബിസിനസ് ഹെഡ് വേണം. അപ്പൊ എല്ലാവരും കൂടി നമുക്ക് ചേർന്നൊരു നല്ല വീഡിയോ ചെയ്തിട്ട് ഈ WPC-യെ കുറിച്ച് ഇപ്പോഴും ഒരുപാട് സംശയങ്ങളാ പിന്നെയും ബാക്കി നിൽക്കുന്നത്. നമ്മുടെ വീഡിയോയിലൊക്കെ കമന്റ് വരുമ്പോ അറിയാം ആൾക്കാർക്ക് ഇതിനെപ്പറ്റി ഇപ്പോഴും അറിവ് കുറവാണ്. ഇതെന്താ എന്താന്നുള്ളത് നമുക്ക് അറിയേണ്ടത് ആൾക്കാർ. അതെ ജോബി, പിന്നെ ഇപ്പം എല്ലാവരും ബിൽഡേഴ്സ്, ആർക്കിടെക്ട്സ്, എഞ്ചിനീയേഴ്സ്, കോൺട്രാക്ടേഴ്സ് എല്ലാവരും ഇതിനെക്കുറിച്ച് അറിയാൻ ഒരു വലിയ താല്പര്യം കാണിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ ഒരു പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടാ വുഡിന്റെ. വുഡ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്, വീട് പണിയുന്നവർക്കും ഇഷ്ടമാണ്, പണിയിപ്പിക്കുന്നവർക്കും ഇഷ്ടമാണ്. പക്ഷെ വുഡ് ഉപയോഗിക്കാൻ പറ്റാത്ത ലിമിറ്റേഷൻസ് ഒരുപാടുണ്ട്. നമുക്ക് തന്നെ അറിയാം തടിയുടെ ഒരു ഇത് അവൈലബിലിറ്റി, പിന്നെ അത് കേടുവരുന്ന ഒരു പ്രശ്നം, പിന്നീടുള്ള ഹെഡേക്ക്. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പൊ വീട് പണിതിട്ട് എല്ലാരും വിദേശത്താ താമസം, വീട് ഇവിടെ കേരളത്തിൽ, ബട്ട് ദേ ആർ സ്റ്റേ അബ്രോഡ്. അതാണ് ഇപ്പോഴത്തെ ഒരു സംഭവം. അപ്പൊ അവർക്ക് വിദേശത്ത് പോകുമ്പോഴും അവർക്ക് യാതൊരു ഹെഡേക്കും ഇല്ല. WPC ആണ്. ഇത് പൊടിയത്തില്ല, ചെതലെടുക്കുകയില്ല, വെള്ളത്തിന്റെ പ്രോബ്ലം ഇല്ല, അറ്റ്മോസ്ഫിയർ കണ്ടീഷൻസ് ഒന്നും ഇതിനെ അഫക്ട് ചെയ്യുന്നില്ല, വെതർ കണ്ടീഷൻസ് ഒന്നും ഇതിനെ ബാധിക്കുന്നില്ല. പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വീട് പണിയുമ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാവുന്ന ഒരു ബെസ്റ്റ് അവൈലബിൾ പ്രൊഡക്റ്റ് ആണ് WPC. അത് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ആ ഒരു സ്റ്റേജിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ഇപ്പോഴും ഡൗട്ട്സ് ഉണ്ട്. ഞങ്ങൾ പറയുന്നത്, നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഫ്ലോറസ്റ്റ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് വന്ന് കാണുക, അത് നിങ്ങൾ ഫീൽ ചെയ്യുക. ഈ പ്രൊഡക്റ്റ് നിങ്ങൾ വന്ന് കാണുക. അതെ, ഞങ്ങൾ വി ഓൾവേസ് വെൽക്കം ആൻഡ് ഇൻവൈറ്റ് all of them. Come and see and yourself justify the product is good or not. ഒരു നല്ല പ്രൊഡക്റ്റ്, ഞാൻ പറയുന്നത് ജോബി വീട് പണിയാൻ ഒരു നല്ല പ്രൊഡക്റ്റ് തന്നെ സെലക്ട് ചെയ്യണം. ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും ബെസ്റ്റ് അവൈലബിൾ പ്രൊഡക്റ്റ് ഏതാണെന്ന് നോക്കിയിട്ട് സ്റ്റഡി ചെയ്തിട്ട് വുഡ് ചെയ്യുന്ന പോലെ തന്നെയുള്ള സൈസിൽ ഇപ്പം 4x2 അല്ലെങ്കിൽ 9x3 അങ്ങനെയൊക്കെ സൈസ് ചെയ്യാൻ പറ്റുമോ? അതൊക്കെ സ്പെഷ്യൽ വിൻഡോസുകൾ വലിയ സൈസിലുള്ളത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാമോ ഈ WPC-ല്? അത് ഇതിന്റെ ഒരു ആഡഡ് ഫീച്ചറാണ്. തടിക്ക് നമുക്ക് ചെയ്യാനുള്ള വലിയ വലിയ സെക്ഷൻസ് കിട്ടാനും തിക്നെസ്, ലെങ്ത് ഒക്കെ കിട്ടാൻ വലിയ, സ്പെഷ്യലി ലെങ്ത് വലിയൊരു വിഷയമാണ് തടിയെ സംബന്ധിച്ച്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ എനി ലെങ്ത്. അപ്പൊ നമുക്ക് ഏത് തരത്തിലുള്ള ഏത് സൈസിലുള്ള വിൻഡോയും ഡോറുകളും ജോയിനറികളും എല്ലാം ഫർണിച്ചറുകളും എല്ലാം ഉണ്ടാക്കാനുള്ള ഒരു മെറ്റീരിയലാണ് ഈ WPC. WPC-യിൽ ഏതാ നല്ലതെന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. അത് നിങ്ങൾ വന്നിട്ട്
കണ്ട് മനസ്സിലാക്കുക. ഫ്ലോറസ്റ്റാർ നല്ലതാണെന്ന് ഞങ്ങൾ പറയുന്നു, അതാണോ ഇല്ലയോ എന്ന് നിങ്ങളൊക്കെ വന്ന് കണ്ട് മനസ്സിലാക്കി ഞങ്ങളുടെ ക്ലയന്റിനോട് നിങ്ങൾക്ക് ചോദിക്കാം. അതെ അതെ. നിങ്ങൾക്ക് അന്വേഷിക്കാം. ഒരുപാട് ആൾക്കാർ ഇപ്പൊ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. ഒരുപാട് പേര് ഇപ്പൊ ഫ്ലോറസ്റ്റാർ കേരളത്തിൽ എല്ലാവരുടെയും മനസ്സിലുണ്ട്, എല്ലാവർക്കും അറിയാം. ഇപ്പൊ ആദ്യം ഞങ്ങൾ 5 വർഷം വന്നപ്പോൾ ഫ്ലോറസ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയത്തില്ല. പക്ഷെ ഇന്ന് ഫ്ലോറസ്റ്റാർ ആണ് WPCയുടെ ലീഡർ എന്നുള്ള ഒരു ഫീലിലേക്ക് വരാൻ ഈ നിൽക്കുന്നവരെല്ലാവരും കൂടെ ഒരുമിച്ച് പരിശ്രമിച്ചു. അതിന് ജനങ്ങളുടെ സപ്പോർട്ട് കിട്ടി. അതുകൊണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ. അതെ, അതുകൊണ്ടാണ് നമ്മളിപ്പോ വീണ്ടും വീഡിയോയിലേക്ക് വന്നത്. ഒരു സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറട്ടെ, ഞങ്ങൾ ദൂരീകരിച്ചു കൊടുക്കാം. നമുക്കിനി കൂടുതലായിട്ട് ആൾക്കാർക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ ടെക്നിക്കൽ സൈഡാണ് അറിയേണ്ടത്. ഇപ്പൊ ഈ പറയുന്ന മെറ്റീരിയൽസിന്റെ സൈസ്, അതിന്റെ ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ, അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. എന്താണ് ഇതിന്റെ സൈസും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് നമുക്ക് വരുന്നത് ഫ്രെയിമിന്റെ? ഇത് ഞാൻ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നമ്മുടെ നന്ദന ഇൻഡസ്ട്രീസിനെ കുറിച്ച്. ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് പന്തളത്താണ്. പന്തളം അയ്യപ്പ ടെമ്പിളിന് അടുത്തായിട്ടാണ് ലൊക്കേറ്റ്. അയ്യപ്പ ടെമ്പിളിന് അടുത്താണ്. നമുക്ക് അയ്യപ്പ ടെമ്പിളിൽ അവിടെ ഒരു ഡിസ്പ്ലേ സെന്റർ ഉണ്ട്, വെരി നിയർ ടു അയ്യപ്പ ടെമ്പിൾ. അപ്പൊ അയ്യപ്പ ടെമ്പിളിൽ അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്പ്ലേ സെന്ററിൽ കയറാം. ഈ MC റോഡ് സൈഡ് ആയതുകൊണ്ട് എല്ലാവർക്കും വന്ന് കയറുകയും കാണുകയൊക്കെ ചെയ്യാം. ഇതൊരു ഇച്ചിരി മറ്റേ ഇൻഡസ്ട്രി കുറച്ച് ഇന്റേണലി ഒരു 2 kilometers അവേ ഫ്രം MC റോഡിലുണ്ട്. അപ്പൊ അത് ലൊക്കേഷൻ ഞങ്ങൾ എല്ലാവർക്കും അയച്ചു കൊടുക്കും. വന്ന് എത്താൻ വളരെ ഈസിയാണ്. പന്തളം തന്നെ. നന്ദന ഇൻഡസ്ട്രീസ് 2018 സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഒരിക്കലും ഫ്ലോറസ്റ്റാർ WPC അല്ലായിരുന്നു. നമ്മൾ വേറെ പല ബ്രാൻഡും യൂസ് ചെയ്തിട്ട് അതിന്റെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യണ്ട, അല്ലെങ്കിൽ അതിലെ പ്രശ്നങ്ങൾ വന്നത് കൊണ്ട് മാത്രം നമ്മൾ ഏറ്റവും അവസാനം ഫ്ലോറസ്റ്റയിലോട്ട് എത്തി അതിന്റെ ക്വാളിറ്റി മനസ്സിലാക്കിയിട്ട് ഫ്ലോറസ്റ്റായിട്ട് നമ്മളൊരു അലൈസ് അല്ലെങ്കിൽ ഒരു അവരുടെ ഒരു ഓതറൈസ് യൂണിറ്റ് ആയിട്ട് മാറുവായിരുന്നു. ഇപ്പൊ നമ്മൾ ഫ്ലോറസ്റ്റൈഡ് ഓതറൈസ്ഡ് OEM യൂണിറ്റ് ആണ്. അപ്പൊ അതിന്റെ സൈസിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് വരുന്നത് 3:2 സ്റ്റാർട്ട് ചെയ്യുന്നത്. 3 ഇഞ്ച് വീതിയും 2 ഇഞ്ച് കനവുള്ള പ്രൊഫൈല് തൊട്ട് പിന്നെ 4:2 ഉണ്ട്, 4:2.5, 5:2.5, 6:2.5. അങ്ങനെ അവരാണ് സിംഗിൾ എക്സ്ട്രൂഷൻ ആയിട്ട് നമുക്ക് ഫ്ലോറസ്റ്റൈനിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള സെക്ഷൻസ് കിട്ടുന്നത്. കട്ടള സെക്ഷൻ നമുക്ക് ഫ്രണ്ട് ഡോറിനൊക്കെ പറ്റുന്ന 9:3 അങ്ങനെ. നമ്മൾ പിന്നീട് ഡബിളിങ് ചെയ്തിട്ട് അത് സ്പെഷ്യൽ മെത്തേഡില്ല, നമ്മൾ ഗ്ലൂ ആൻഡ് സ്ക്രൂ മെത്തേഡില് ഡബിൾ ചെയ്തിട്ട് 8 ഇഞ്ചിന്റെ ഉണ്ട്, 8:2.5, 9:2.5, 10:2.5, 11:2.5, 12:2.5 വരെ നമ്മൾ ഡബിൾ ചെയ്തിട്ട് അതിന് ഒരു പ്രശ്നവും ഇല്ല. സ്ക്രൂ ആൻഡ് ഗ്ലൂ അത് യാതൊരു പ്രശ്നമില്ല, ചെയ്തെടുക്കുന്നതാണ്. ഇവര് പണിയുന്ന ഡോർ ഫ്രെയിം ആണ്. ഇതിപ്പോ ഡോർ ഫ്രെയിംസ് വെച്ചിട്ട് ഇവര് വിൻഡോ ഫ്രെയിംസിന്റെ പണിഞ്ഞോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് 4:2.5 കോമൺ ആയിട്ട് ജനറിക് നമ്മൾ കോമൺ ആയിട്ട് പണിയുന്നത് 4:2.5 സെക്ഷൻ. ഇതിപ്പോ നമുക്ക് ശരിക്കും ഒരു വുഡിന്റെ ഒക്കെ വെയിറ്റ് തന്നെ ഉണ്ടല്ലേ? വുഡിനെക്കാട്ടി വെയിറ്റ് ആണ്. ഇതിന്റെ ഡെൻസിറ്റി വരുന്നത് 1000 kg/m³. നമ്മുടെ തേക്കിന്റെ 750 kg/m³ ഉള്ളൂ. ഇത് 1000 kg/m³ ഇച്ചിരി പ്ലസ് ആണ്. 1000 എന്ന് പറഞ്ഞ് നിർത്തുന്നേ ഉള്ളൂ. ഒരു വുഡിന് വരുന്ന കണ്ട് പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ വുഡാണ്, സോളിഡ് മീഡിയം ആണ്. പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് സെയിം ലൈക്ക് വുഡാണ്. WPCയുടെ ഫ്രെയിമിന്റെ ഒക്കെ കാര്യം പറഞ്ഞു. അതുപോലെ നമുക്ക് ഷട്ടറിനുള്ള ഷീറ്റുകളാണോ ഇത്? അതെ, ഇത് ഡോർ ഷീറ്റ്സുകളാണ്. അതും പല സൈസിലുണ്ടോ? പല സൈസിലുണ്ട്. നമുക്ക് 25 mm, 28 mm, 30 mm, 35 mm. ഇതിപ്പോ 25 mm ആണോ? ഇത് എത്ര? ഇല്ല, ഇത് 28, ഇതിൽ 30 mm ആണ്. 30 mm ഉണ്ട്. 3 സെന്റിമീറ്റർ. ഇത് ഇങ്ങോട്ട് വരുമ്പം ഇതും 3 സെന്റിമീറ്റർ ആണ്. ഇതിന് നമുക്ക് രണ്ട് ക്വാളിറ്റി ഉണ്ട്. ഇത് 0.65 ഡെൻസിറ്റിയുടെ അല്ലെങ്കിൽ 650 kg/m³. ഇത് 750 kg/m³. അത് ഇത് ഗോൾഡ് കാറ്റഗറി എന്ന് പറയും. ഇത് പ്ലാറ്റിനം. വില വ്യത്യാസമുണ്ട്. നമ്മൾ കൂടുതലും ബാത്റൂംസ്, ഇന്റേണൽ ഡോർസിനൊക്കെ ഗോൾഡ് ഉപയോഗിക്കുന്നു. എക്സ്റ്റീരിയർ ഗ്രേഡ് ആയിട്ട് നമ്മൾ ഈ പ്ലാറ്റിനെയൊക്കെ കുറച്ചും കൂടെ ഡെൻസിറ്റി ഉണ്ട്. അതിന് മെയിൻ ഡോർ ആയിട്ട് വരുന്നത് നമുക്ക് ഏകദേശം 1.5 ഇഞ്ച് കനമുള്ള ഷീറ്റുകളും അവൈലബിൾ ആണ്. അത് കുറച്ചും കൂടെ കനം കൂടുതലാണ്. മെയിൻ ഡോറിനല്ല, നമ്മൾ 1.5 ഇഞ്ച് കനം. ഈവൻ നമുക്ക് ചിലപ്പോൾ 1.5 ഇഞ്ചിന് മുകളിൽ വേണമെന്നുണ്ടെങ്കിലും നമ്മളത് സാൻഡ്വിച്ച് ചെയ്ത് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഇതിപ്പോ ഇതിനകത്ത് ജോയിന്റിന്റെ പ്രശ്നം വരുന്നില്ല, ഒറ്റ ഷീറ്റ് അല്ലേ? സിംഗിൾ ഷീറ്റുകളാണ്. അതെ, നമുക്ക് ഏത് ഡിസൈൻ നമുക്ക് CNC റൂട്ടർ ഉണ്ട്. അതിൽ നമുക്ക് ഏത് ഡിസൈൻ കസ്റ്റമർ പറയുന്ന ഡിസൈൻ ആണെങ്കിൽ കസ്റ്റമർ പറയുന്ന ഡിസൈൻ, അല്ലെങ്കിൽ നമുക്ക് ഹൺഡ്രഡ്സ് ഓഫ് ഡിസൈൻസ് അവൈലബിൾ ഉണ്ട്. അത് നമ്മൾ ഒരാൾ ഒരു ഫോട്ടോ അയച്ചു തന്നാൽ അതേ സെയിം അഡാപ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു. ഈ ഇരിക്കുന്ന എല്ലാം വിൻഡോസിന്റെ സെക്ഷൻ ആണല്ലേ? ഇതിപ്പോ നമ്മൾ ഓർഡർ അനുസരിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണോ? ഇത് ഓർഡർ അനുസരിച്ചും ചെയ്ത് വെച്ചിട്ടുണ്ട്, സ്റ്റോക്കും ഉണ്ട്. ഇപ്പൊ ഒരു പെട്ടെന്ന് ഒരു ബിൽഡിങ്ങിന് വേണ്ടി ഒരു ആവശ്യം പെട്ടെന്ന്
ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ സ്റ്റോക്ക് കാണും. ഓക്കെ, ഇതൊക്കെ നമ്മുടെ സൈസ് എങ്ങനെ, സ്റ്റാൻഡേർഡ് സൈസ് ഇത് സ്റ്റാൻഡേർഡ് ആർക്കിടെക്ചറൽ അല്ലെങ്കിൽ എഞ്ചിനീയർ സൈസിലാണ് നമ്മളിവിടെ മാനുഫാക്ചർ ചെയ്യുന്നത്. സ്റ്റോക്കുകൾ കസ്റ്റമൈസ്ഡ് വരുന്നത് ഒരു ആർക്കിടെക്ടിന്റെ ഒരു എഞ്ചിനീയറിന്റെ ഡ്രോയിങ് വന്നു കഴിഞ്ഞിട്ട് കസ്റ്റമൈസ്ഡ് ആയിട്ട് ഡ്രോയിങ് പ്രകാരം ബാക്കി അല്ലാതെ നമ്മൾ ചെയ്തു. അതനുസരിച്ച് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ നേരത്തെ റീസാർ പറഞ്ഞ പോലെ ഇത് അൺലിമിറ്റഡ് രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. എന്ന് പറയുമ്പോൾ എത്ര ലെങ്തിൽ ചെയ്യാം, ഏത് സൈസിലും ചെയ്യാം, ഏത് രീതിയിലുള്ള കസ്റ്റമൈസേഷനും പോസിബിൾ ആണ്. നമുക്ക് ഈ പട്ടാകമ്പി ഇതൊരു യൂണിവേഴ്സൽ ആയിട്ട് എല്ലാവരും ചെയ്യുന്ന സംഭവം, കൺവെൻഷനൽ. അതല്ലാതെ വേറെ രീതി നമുക്ക് ചെയ്യാം. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുമ്പോൾ ശരിക്കും 16 mm സ്ക്വയർ ബാർ പോളിഷ്ഡ് ആയിട്ട് വരുന്നുണ്ട് വിൻഡോസിന് വേണ്ടി. അതാണ് ഇപ്പൊ ഒരു ട്രെൻഡ് ആയിട്ട് നിൽക്കുന്നത്. പക്ഷേ 16 mm. പക്ഷെ NRI കസ്റ്റമേഴ്സ് ഒക്കെ പ്രിഫർ ചെയ്യുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ സ്ക്വയർ ബാറുകളും റൗണ്ട് ട്യൂബുകൾ. അത് NRIs പ്രിഫർ ചെയ്യുന്നത്. അവർ പ്രിഫർ ചെയ്യുന്നതിന് കാരണം അവർ ഒരു പക്ഷേ എബ്രോഡ് സെറ്റിൽഡ് ആയിരിക്കും. അപ്പൊ അവർ വരുമ്പം WPC നമുക്കറിയാമല്ലോ, അതിന്റെ പ്രോപ്പർട്ടി അനുസരിച്ച് അത് നശിക്കത്തില്ല. SS കൂടെ ഇട്ട് കഴിഞ്ഞാല് അവൻ തുരുമ്പിക്കുക എന്നുള്ള പേടി ഒന്നും വേണം. അത് ഈ ഇതിനകത്ത് നമ്മള് ഫയർ റിട്ടാർഡന്റ് ആണെന്നുള്ള അത് കാര്യം നമ്മള് ഫയർ പ്രശ്നമില്ല. വെള്ളം നനഞ്ഞാൽ വെള്ളം കയറുന്ന വാട്ടർ പ്രൂഫ് എന്ന് പറയുമ്പോൾ 100% വാട്ടർ പ്രൂഫാണ്. വെള്ളം കയറുന്നിടത്തൊക്കെ ഉപയോഗിക്കാം. പിന്നെ ടെർമൈറ്റ് ആൻഡ് ബോറർ പ്രൂഫ് എന്നുള്ളതാണ്. ബോറർ, ഫംഗസ് പ്രൂഫ്, ബാക്ടീരിയൽ പ്രൂഫ്, അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള കീടങ്ങളും പ്രശ്നം വരില്ല. പലരും നമ്മളോട് കോളിൽ നമുക്ക് വരുന്ന എൻക്വയറീസിൽ അവർ ചോദിക്കുന്നതാണ് ഇത് ടോക്സിക് സബ്സ്റ്റൻസ് ഉണ്ടോ എന്ന്. ശരിക്കും സെൻട്രൽ ഗവൺമെന്റ് ഏജൻസി ഗൃഹ അപ്രൂവ് ആയത് തന്നെ ഇതിൽ യാതൊരു ടോക്സിക് അല്ലെങ്കിൽ ഒരു കെമിക്കൽ കോമ്പോസിഷൻ ഒന്നും ഇല്ല. ചിലർ ചോദിക്കും, ഇപ്പൊ വീടുകളിൽ കൊണ്ട് വെച്ചാലേ അത് അലർജി ഉണ്ടാവും, ബുദ്ധിമുട്ട് വരുമോ എന്നൊക്കെ ചോദിക്കും. നമ്മൾ ഇവിടെ പലപ്പോഴും ഞാൻ MDF HDF ഒന്നും കുറ്റം പറ്റി പറയുമല്ല, അത് കട്ട് ചെയ്യുമ്പോൾ അതിന്റെ പൊടി വീണാൽ നമുക്ക് ചൊറിച്ചിൽ വരും. ഇത് ഇവർക്കാർക്ക് യാതൊരു പ്രോബ്ലവും ഇതുമായിട്ടില്ല. അല്ല ഒരു മറ്റേ നമുക്ക് എന്തെങ്കിലും വായുവിലോ അല്ലെങ്കിൽ ചൊറിച്ചിലോ ഒന്നുമില്ല, ഒരു പ്രശ്നം. ഇതിന്റെ വേറൊരു പ്രത്യേകത കംപ്ലീറ്റ്ലി റീസൈക്കിളബിൾ ആണ്. ഇതിന്റെ സ്ക്രാപ്സ് ആൻഡ് പൗഡേഴ്സ് നമ്മൾ ചാക്കുകളിലാക്കി വെച്ചേക്കുക. അത് പീരിയോഡിക്കലി എടുത്തോണ്ട് പോയിട്ട് റീസൈക്ലിങ്ങിന് പിന്നെ വുഡ് പോലെ തന്നെയാണ് ഇതിന്റെ ജോയിന്റ്സും കാര്യങ്ങളും അല്ലെ, എങ്ങനെ പൊടി ഇട്ടിട്ട്. അതെ. ഇത് മലയാളത്തിൽ ഇതിന് പറയുന്നത് കൊടുമ എന്നാ പറയുന്നത്. അപ്പൊ തുളയിട്ട് കൊടുമ കയറ്റി പെർഫെക്റ്റ് ആയിരിക്കണം. നല്ല കറക്റ്റ് നമ്മൾ തടിയിലൊക്കെ എടുക്കുന്ന ജോയിന്റ് ചെയ്യാവോ? ചെയ്യാം കാണിച്ചു തരാം. ഇനി നമുക്ക് ഇതിനകത്തിൽ സ്ക്രൂ കയറും. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ സ്ക്രൂസ് ആണ് കയറുന്നത്. SS304 ഗ്രേഡ് ഉള്ള സ്ക്രൂസ് തന്നെ കയറണം. അതിന് സ്പെഷ്യൽ ഗം ഉണ്ട്. ഗമ്മോട് അപ്ലൈ ചെയ്യുമ്പോഴാണ് ഇത് പെർഫെക്റ്റ്ലി ഒരു ജോയിന്റ് ആയിട്ട് മാറുന്നത്. WPC ജോയിന്റ്. ചോദിക്കുന്നുണ്ട്, സ്ക്രൂ ചെയ്താൽ ഇതിന്റെ സ്ക്രൂ ഹോൾഡിംഗ് കപ്പാസിറ്റിയെ പറ്റി വുഡിനെക്കാട്ടി കുറവാണ്, ദൂരി പോകും. ഇല്ല, അതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ആ ബ്രാൻഡ് വാല്യൂ അനുസരിച്ചാണ്. ഇപ്പൊ നമ്മുടെ ഫ്ലോറസ്ക എന്ന് പറയുന്നത് ഇന്ത്യൻ നമ്പർ 1 ആയതുകൊണ്ട് അതിന് സ്ക്രൂ ഹോൾഡിംഗ് കപ്പാസിറ്റി ഒരു പ്രശ്നം ഞങ്ങൾ ഫേസ് ചെയ്തിട്ടില്ല, ഒരു ക്ലയന്റും ഫേസ് ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പം വേറെ പല ബ്രാൻഡുകളുണ്ട്. അതിന്റെ ഡെൻസിറ്റി ഫാക്ടർ ആണ് ആ സ്ക്രൂ ഹോൾഡിങ്ങിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഡെൻസിറ്റി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ സ്ക്രൂ ഹോൾഡിംഗ് പ്രശ്നം. ഇപ്പൊ ഒരു 750, 850 ഗ്രേഡിലുള്ള ഡെൻസിറ്റി ഉള്ള WPC മാർക്കറ്റിലുണ്ട്. അതില് സ്ക്രൂ നിൽക്കില്ല. അതേസമയത്ത് പൊതുവെ എല്ലാവരും WPCയുടെ കുറ്റമായിട്ട് പറയും. അതെ, പൊതുവെ WPCയുടെ കുറ്റം. പിന്നെ എനിക്ക് വേറെ ഒന്നുകൂടെ പറയാനുള്ളത്, നമ്മളിപ്പോ 2018 മുതൽ WPC ഉപയോഗിക്കുന്നുണ്ട്. ഈ പിഗ്മെന്റഡ് PVC ഉണ്ട്. ഇപ്പൊ ഈ നമ്മുടെ PVCക്കകത്തോട്ട് കളർ ചേർത്ത് കഴിഞ്ഞാൽ അത് പിഗ്മെന്റേഷൻ ആയി. എന്നിട്ടൊരു കളർ ചേഞ്ച് വരുത്തിയിട്ട് അതിനെ WPC എന്ന് പറഞ്ഞ് വിൽക്കുന്ന ബ്രാൻഡുകളും ഉണ്ട്, ഇമ്പോർട്ട് ചെയ്തെടുക്കുന്ന ബ്രാൻഡുകളും ഉണ്ട്. ഒറിജിനൽ WPC അല്ല. അത് ഒറിജിനൽ WPC അല്ല. അത് നമ്മൾ ഇതുപോലെ ഇവര് വർക്ക് ചെയ്യുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ അതിന്റെ ഒരു ക്വാളിറ്റി. ഒന്ന് സ്ക്രൂ ചെയ്തും കൂടെ ഒന്ന് കാണിക്കാം. സ്ക്രൂ ചെയ്ത് അതാണ് ബ്രാൻഡഡ് സ്ക്രൂ ആയിരിക്കണം. S304 ഗ്രേഡിലുള്ള സ്റ്റാറിന്റെ സ്ക്രൂ ആണ്, നമ്മൾ ഫുൾ ത്രെഡ് സ്ക്രൂ ആണ് ഉപയോഗിക്കുന്നത്. ഇത് നമ്മുടെ വിൻഡോയുടെ ഒക്കെ ഷട്ടറുകളാണ് അല്ലേ? വിൻഡോ ഷട്ടേഴ്സ് ആണ്. ഇതും WPC തന്നെ ചെയ്തെടുക്കാം. WPCയുടെ 0.75 ഡെൻസിറ്റി പ്ലാറ്റിന ഗ്രേഡില് നമ്മൾ മാനുഫാക്ചർ ചെയ്തെടുക്കുകയാണ്. ഇത് ഷീറ്റാണോ? ഇത് ഷീറ്റാണ്. ഷീറ്റിനെ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് പാളികളായിട്ട് മാറ്റുകയാണ്. പിന്നെ അതിന് റൂട്ടറൊക്കെ അടിച്ച്
വുഡ് ചെയ്യുന്ന പോലെ വുഡ് ചെയ്യുന്ന പോലെ റൂട്ടർ അടിച്ച് അതിന് ഗ്ലാസ് ഇട്ട്, ഗ്ലാസ് ഇടാന് ഇതിനകത്ത് ഗ്ലാസ് ഇതിന് ഇത് നമ്മൾ പൊഴി അടിച്ച് ഗ്ലാസ് ഇട്ട് റീപ്പർ അടിച്ച് WPCയുടെ തന്നെ റീപ്പർ ആയിരിക്കും. റീപ്പർ അടിച്ച് നമ്മൾ തന്നെയാണ് ഇൻസ്റ്റലേഷൻ എല്ലാം ചെയ്യുന്നത്. ഇവിടുന്ന് ഒരു ടീമായിട്ട് പോയിട്ടാണ് നമ്മള് പാളികളും ഡോറുകളും എല്ലാം സെറ്റ് ചെയ്യുന്നത്. നമുക്കിത് ഈ ഒരു ഡിസൈൻ അല്ലാതെ ഏത് ടൈപ്പ് ഓഫ് ഡിസൈൻ നമുക്ക് ഇതിൽ അഡാപ്റ്റ് ചെയ്യാം. പലചട്ട ഏത് രീതി ഇതിപ്പം 3 പാർട്ട് ഗ്ലാസ്സാ, 4 പാർട്ട് ആക്കണോ, സിംഗിൾ ഗ്ലാസ് ആക്കാം, ലൂവർ ഒക്കെ ആണെങ്കിലും ആക്കാം, ലൂവർ സിസ്റ്റംസും ആക്കാം. മെയിൻ ആയിട്ട് ആൾക്കാർക്ക് അറിയേണ്ട കാര്യമാണ് ഇപ്പൊ ഈ WPCയുടെ വില കാര്യം. നമുക്ക് വുഡ് ഉണ്ട്, സ്റ്റീൽ ഉണ്ട്, അല്ലെ പല മെറ്റീരിയൽ ഉണ്ട്, UPVC അങ്ങനെ വേണ്ട. അപ്പൊ അതുമായിട്ട് ഒരു കമ്പാരിസൺ നോക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് WPCയുടെ വില? ഈ WPCയുടെ വില ശരിക്കും നല്ല ഫ്ലക്ച്വേഷൻ ഉള്ള ഒരു സംഭവമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിൽ ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ പല ബ്രാൻഡിലുള്ള WPC അവൈലബിൾ. അതിന് പല ഡെൻസിറ്റിയാ. ചിലത് പിഗ്മെന്റഡ് PVC ആ. അപ്പൊ അതിനൊക്കെ വില കുറവായിരിക്കും സ്വാഭാവികമായിട്ടും. നല്ല ബ്രാൻഡഡ് WPC ഇപ്പം ഫ്ലോറസ്റ്റ നമ്പർ 1 ക്വാളിറ്റി അല്ലെങ്കിൽ നമ്പർ 1 മാനുഫാക്ചറിങ് കമ്പനി ഇന്ത്യയില്, ഒരു പാൻ ഇന്ത്യ പ്രസൻസ് ഉള്ള. അത് സ്വാഭാവികമായിട്ട് കുറച്ച് പ്രീമിയം ഗ്രേഡിലോട്ടാണ് പോകുന്നത്. അത് നമ്മുടെ ഒരു കമ്പാരിസൺ വെച്ച് നോക്കുമ്പം നമ്മുടെ കേരളത്തിലെ ഒരു വാല്യുവേഷൻ വെച്ചിട്ട് തടി അല്ലെങ്കിൽ ആഞ്ഞിലിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു 15% കൂടുതലാണ് WPCക്ക് വരുന്നത്. നമ്മുടെ ഈ ഇവിടുത്തെ ജോയിനറിയുടെ വില വരുന്നത്. ഒരു 15% എന്നുള്ള ഒരു ക്വാളിറ്റി വൈസ് നോക്കുമ്പോൾ, ക്വാളിറ്റി വൈസും പിന്നെ ഒരു ആഫ്റ്റർ വേർഡ്സ് നമുക്ക് വരുന്ന പ്രശ്നങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത് ഒന്നുമില്ല. സ്റ്റീലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മേ ബി ഒരു 5%. നമ്മുടെ സ്റ്റീലും ഇതുപോലെയാണ്. നമ്മുടെ ലോക്കൽ മാനുഫാക്ചറേഴ്സ് ഉണ്ട്, ടാറ്റ പ്രവേശ് പോലുള്ള ഹൈ എൻഡ് ആൾക്കാരും ഉണ്ട്. അത് ഞാൻ ഈ ലോക്കലുമായിട്ട് കമ്പയർ ചെയ്തപ്പോൾ എനിക്ക് തോന്നിയത് ഒരു 5 to 10% ഒരു പക്ഷേ WPCക്കാ കൂടുതൽ വരുന്നത്. നമ്മുടെ ഈ WPCക്ക് തന്നെ കൂടുതൽ. പക്ഷെ ഒരു ടാറ്റ പ്രവേശമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്രയും പോകുന്നില്ല. പിന്നെ നമുക്ക് ഡിപ്പെൻസ് ഇപ്പം 4-2 പറഞ്ഞ പോലെ പല സൈസ്. പിന്നെ അതിന്റെ ഗ്രില്ലിങ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഗ്രില്ല് ഇടുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ റേറ്റ് കൂടുകയും അതനുസരിച്ച് വ്യത്യാസം വരും. നമ്മൾ കമ്പാരിസൺ ചെയ്യുമ്പോഴേ ചോദിച്ചില്ലേ, ജോബി ഒരു ബിൽഡർ ആണല്ലോ. അതെ. അപ്പോ നമ്മള് വീട് പണിയുന്ന ഉടനെ നമ്മള് ഏത് തടിയാണ്, എങ്ങനെയാണത് നമ്മൾ വീട്ടിൽ കൊണ്ടുവരുന്നത്? അതായത് നമ്മൾ വാങ്ങിക്കുന്ന മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന തടിയാണോ, അതോ നമ്മുടെ പറമ്പിലെ തടി വെട്ടിയറപ്പിക്കുന്ന തടിയാണോ, കാതലാണോ? അങ്ങനെയാണ് കമ്പാരിസൺ വരേണ്ടത്. കമ്പാരിസണിന് വേണ്ടിയിട്ട് മാർക്കറ്റിൽ ഇപ്പൊ 5000-നോ 6000-നോ ഇത് കിട്ടുമെന്നും പറഞ്ഞ് നമുക്ക് ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കൊള്ളാവുന്ന നല്ല തടിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് വേസ്റ്റേജ് വളരെ കുറവാണ്, ലേബർ ചാർജ് ഒരുപാട് കുറവാണ്, ആ എടുക്കുന്ന തടിയെക്കാട്ടിൽ ഒരുപാട് ഗുണമേന്മയുണ്ട്. അപ്പൊ പ്രൈസ് ഫാക്ടർ അതുപോലെ കസ്റ്റമറെ സംബന്ധിച്ച് ഒന്നും അറിയണ്ട, അവര് വന്ന് മെഷർമെന്റ് കൊടുക്കുക, നിങ്ങൾക്ക് നല്ല കാതലുള്ള തടി ചെയ്യുന്ന ആ കോസ്റ്റിനോട് അടുത്തു വരും. അതിൽ കൂടി പോകും. അല്ല, ഇപ്പം കസ്റ്റമറെ സംബന്ധിച്ച് അവർക്കൊരു ഡ്രോയിങ് ഉണ്ടെങ്കിൽ ആ ഒരു അളവുകൾ നിങ്ങൾക്ക് തന്നാൽ മതിയല്ലോ, അതനുസരിച്ച് ഡിസൈൻ തന്നാൽ മാത്രം മതി. ഞാൻ അതിന്റെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത അതാ, നമ്മൾക്ക് അവർക്ക് കസ്റ്റമറിന് ഒരു ഓവർ ഹെഡ്സും ഇല്ല, 0 ഓവർ ഹെഡ്സാ. പല സൈറ്റുകളിലും നമുക്ക് വേറെ ഒന്നുമില്ല. അവര് വരുവേം വേണ്ട, അല്ലെങ്കിൽ അവർ വന്നോ കണ്ടോ, അത്രേ ഉള്ളൂ. അല്ലാതെ അവര് നമുക്ക് എന്തെങ്കിലും വാങ്ങിച്ചു തരുവോ ഒന്നും വേണ്ട. നമ്മുടെ ടീം അവിടെ പ്രസന്റ് ആയിരിക്കും, അവർക്ക് വേണ്ട എല്ലാ ചെലവുകളും നമ്മൾ വഹിക്കും. നമുക്കിത് വേറൊരു കാര്യം, നമ്മളിത് വീട് പണിയുന്ന സമയത്ത് വെച്ച് പണി ഇത് ചെയ്യാൻ പറ്റുമോ, അതോ അല്ലാതെ പണിത് കഴിഞ്ഞിട്ട് ഫിറ്റ് ചെയ്യുക, അങ്ങനെ 3 മെത്തേഡ് നമുക്ക് ഫോളോ ചെയ്യാം. ഒന്ന്, നമുക്ക് കട്ട കെട്ടുന്നതിനോട് വെച്ച് പണിയാം. രണ്ടാമത് നമ്മള് മറ്റേ വാർപ്പും എല്ലാം കഴിഞ്ഞിട്ട്, റൂഫിംഗ് എല്ലാം കഴിഞ്ഞിട്ട് മേശരിമാരെ കൊണ്ട് തന്നെ കയറ്റി വെപ്പിച്ച് ക്ലാമ്പും ഒക്കെ വെച്ച്. തേർഡ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ അവിടെ തേച്ചിട്ടേക്കുന്ന കഴിഞ്ഞിട്ട് ഇവിടുന്ന് ടീം വരണം. ആങ്കർ ബോൾട്ടിങ് അത് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ആങ്കർ ബോൾട്ട് നമ്മൾ സ്പെഷ്യലായിട്ട് വരുന്ന, അതിന്റെ സ്ലീവ് ഉൾപ്പെടെ സ്റ്റെയിൻലെസ് സ്റ്റീലാ. അത് വെച്ചിട്ട് ഇവിടുന്ന് ടീം വന്നിട്ടാണ് ആ സെറ്റ് ചെയ്യുന്നത്. മറ്റേത് രണ്ടിനും മേശരിമാരൊക്കെ മറ്റേ മേസണറി ടീമിന് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ റെക്കമെൻഡ് ചെയ്ത് പറയുന്നത് സെക്കൻഡ് മെത്തേഡാണ്. നമ്മള് ഗ്യാപ്പ് ഇട്ട് പണിയുക, ഈ സീലിംഗ് ഒന്ന് തേച്ചാൽ ഏറ്റവും ബെറ്റർ. അത് കഴിഞ്ഞിട്ട് കയറ്റി വെച്ചിട്ട് ഭിത്തി തേച്ച് മാറുന്ന മെത്തേഡാണ് ഏറ്റവും സൂട്ടബിൾ ആയിട്ട് WPCക്ക് ഉള്ളത്. വർക്ക്ഷോപ്പിൽ കണ്ടാൽ മനസ്സിലാവും, നമ്മൾ സാധാരണ വുഡിൽ ചെയ്യുന്ന പോലെ തന്നെ ആശാരിമാരിരുന്ന് ഉളി കൊണ്ട് കുത്തി പണിതെടുക്കുന്നതാണ് അല്ലെ? ഇങ്ങനെ തന്നെ തടി കൊണ്ട് ചെയ്യാവുന്ന എല്ലാ വർക്കുകളും ഒരു 50% നമ്മുടെ പഴയ കൺവെൻഷണൽ സ്റ്റൈൽ ഓഫ് വർക്ക് തന്നെയാണ്. ഓക്കെ. നമുക്ക് വേറൊരു കാര്യം, നമ്മളിപ്പം ലാസ്റ്റ് ആയിട്ട് നമുക്ക് ചോദിക്കാനുള്ളത്,
ഇപ്പൊ നമ്മള് കുറെ ഇതിന്റെ അഡ്വാൻറ്റേജസ് കാര്യങ്ങൾ പറഞ്ഞു, ഒരുപാട് ഗുണങ്ങൾ പറഞ്ഞു. അപ്പൊ എന്ത് കാര്യത്തിനാണെങ്കിലും നമുക്കൊരു ഡിസഡ്വാൻറ്റേജസ് കാണുമായിരിക്കുമല്ലോ. ഞാനിപ്പം ചോദിക്കുകയാണ്, ഇപ്പൊ ഇത് ഈ ഒരു WPC എന്ന് പറഞ്ഞ മെറ്റീരിയലിന് എന്തെങ്കിലും തരത്തിലുള്ള ഡിസഡ്വാൻറ്റേജസ് ഉണ്ടോ? നമ്മൾ ഇത് പറഞ്ഞു വരുമ്പോൾ നമ്മൾ ഇതിനെ കമ്പയർ ചെയ്യുന്ന തടിയുമായിട്ടും സ്റ്റീലുമായിട്ടും ഒക്കെയാണ്. അപ്പം തടി ഏറ്റവും നല്ല തടിയെ വെല്ലാൻ വേറെ ഒരു പ്രോഡക്റ്റിനും പറ്റത്തില്ല. നല്ല തടിയാണ്, നല്ല തടിയാണ്. പക്ഷെ നമ്മുടെ പ്രശ്നം നമുക്ക് തടി അവൈലബിൾ അല്ല, ട്രീറ്റഡ് വുഡ് കിട്ടാനില്ല, ഏജ്ഡ് വുഡ് ഇല്ല എന്നൊക്കെ ഉള്ള സംഭവമാണ്. അപ്പൊ സ്റ്റീലിന് സ്വാഭാവികമായിട്ടും സ്റ്റീലിന് അതിൻ്റെതായ ഗുണങ്ങളുണ്ട്, തടിക്ക് അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. പക്ഷെ അതിനെല്ലാം കൗണ്ടർ ചെയ്തുകൊണ്ട് വന്ന ഒരു പ്രോഡക്റ്റ് ആണ് WPC. ഇപ്പൊ നമ്മൾ ഇനി ഒരു പുതിയ കൺസ്ട്രക്ഷൻ മെത്തേഡിലോട്ട് പോകുമ്പോൾ എല്ലാ എഞ്ചിനീയർഡ് സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു സംഭവത്തിലോട്ട് എല്ലാവരും വന്നു. തടി ഏകദേശം ഒഴിവായി പോയി, ഇനി ഒഴിവായിക്കൊണ്ടിരിക്കുക. പിന്നെ നമ്മളിപ്പം വരുന്ന സ്റ്റീല്, UPVC, അതിൻ്റെ അകത്തിൽ ഒരു സ്പെഷ്യാലിറ്റി മെറ്റീരിയലാണ് WPC. പക്ഷെ എല്ലാ മെറ്റീരിയലിനും 100% എല്ലാം തികഞ്ഞ മെറ്റീരിയൽ അല്ല. ഇത് 70% പോളിമറാണ്, 30% വുഡ്. വുഡ് അതിന് സ്ട്രെങ്ത് കൊടുക്കുന്നു, 70% ഉള്ള പോളിമർ അതിനെ ഒരു ഫ്ലെക്സിബിലിറ്റി ആയിട്ടാണ്. അപ്പൊ ഇതിനകത്ത് ഞാൻ മെയിനായിട്ട് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പലപ്പോഴും നമ്മൾ സൈറ്റിലൊക്കെ പോകുമ്പോൾ കാണുന്നത് ബെൻഡ് ഇഷ്യൂ വരാറുണ്ട്. സ്വാഭാവികമായിട്ടും ബെൻഡ് ഇഷ്യൂ പോളിമർ ഉള്ളതുകൊണ്ട് വരും. അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഇത് ഒരു പ്രാവശ്യം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് പിന്നെ യാതൊരു പ്രശ്നമില്ല. ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് ഞാനിപ്പോൾ സൈറ്റിലോട്ട് ഒരു സാധനം കൊണ്ട് കൊടുത്തു, അവിടെ കറക്റ്റായിട്ട് പെർഫെക്റ്റ്ലി അത് സ്റ്റാക്ക് ചെയ്ത് വെച്ചില്ല, ഒരു ഈവൻ സർഫസിൽ സ്റ്റാക്ക് ചെയ്ത് വെച്ചില്ലെങ്കിൽ അതിന് ബെൻഡ് വരാനുള്ള ചാൻസ് പ്രത്യേകിച്ച് ഡോർ ഫ്രെയിമിനാണ്, ഡോർ ഫ്രെയിംസിനാണ് മെയിനായിട്ട് അത് കാണുന്നത്. അവരത് കൊണ്ടുവന്ന് കുത്തിച്ചാരി വെക്കും, അതിന്റെ മണ്ടയ്ക്കോട്ട് വേറെ ഒരു വിൻഡോ എല്ലാം ചാരി വെക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും ബെൻഡ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ബെൻഡായെന്ന് പറഞ്ഞ് നമുക്ക് ആൾക്കാർ വിളിക്കാറുണ്ട്. അപ്പോൾ ഉടനെ തന്നെ നമ്മൾ പോയിട്ട് ആരുടെ കുഴപ്പമാണെങ്കിലും നമ്മൾ അന്നേരം തന്നെ റീപ്ലേസ് ചെയ്ത് കൊടുക്കും. പിന്നെ അവരോട് പറയാണ്ട് നിങ്ങൾക്ക് ഫസ്റ്റ് ഫ്ലോറും ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും ആദ്യം ഗ്രൗണ്ട് ഫ്ലോർ മാത്രം എടുത്തോണ്ട് പോയാൽ മതി, ഞങ്ങൾ ഫ്രീ ആയിട്ട് ഡെലിവറി ചെയ്ത് കൊടുക്കും. പിന്നെ ഞാനീ പറഞ്ഞ പോലെ വെച്ച് പണിയുന്നതിനെക്കാട്ടിലും ഞാൻ റെക്കമെൻഡ് ചെയ്ത് പറയുന്നത് ഈ ബെൻഡൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ചെയ്ത് കഴിഞ്ഞിട്ട് ഫിക്സ് ചെയ്യുന്നതാകുമ്പോൾ ഈ പ്രശ്നങ്ങൾ ഒന്നേ വരാം. അങ്ങനെയുള്ള കൺസേൺസ് വരാണ്ട്. പക്ഷെ എല്ലാവരുടെയും മേജർ ചോദ്യം സ്ക്രൂവബിലിറ്റിയെ കുറിച്ചാണ്. ഫ്ലോറസ്റ്റായിക്ക് ഞാൻ 110% പറയാം, there is no problem. ഒരു വീട് ഉണ്ടാക്കുമ്പോൾ തടി എവിടെല്ലാം ഉപയോഗിക്കുന്നു അവിടെയെല്ലാം നമുക്ക് WPC കൊണ്ട് റീപ്ലേസ് ചെയ്യാം. ഉദാഹരണത്തിന് നമുക്ക് ഇന്റീരിയർ വാർഡ്രോബ്സ്, വാഷ് ഏരിയ, കിച്ചൺ ക്യാബിനറ്റ്സ്, നമുക്ക് ബാത്റൂംസിന്റെ ഡോറുകൾ നമ്മൾ ഓൾറെഡി ഇൻക്ലൂഡ് ചെയ്തല്ലോ. അല്ലാതെ നമുക്ക് 6 mm തൊട്ട് 18 mm പാനലിംഗ് ചെയ്യാൻ ഉപയോഗിക്കാം. 6 mm ഷീറ്റ് ഉണ്ട്, 6 mm, 8 mm, 12 mm, 16 mm, 18 mm, പിന്നെ നമുക്ക് 25 mm, പിന്നെ 35 mm ഷീറ്റ്സ് നമുക്ക് ഇതിന് അവൈലബിൾ ആണ്. 35 mm ഷീറ്റ്സ് അതും 3.5 feet വിഡ്ത്ത് വരെ നമുക്ക് അവൈലബിൾ ആണ്. അത് മിക്കവാറും നമുക്ക് ഒരു സ്കേഴ്സിറ്റി ഉള്ള ചിലയിടത്തൊന്നും കാണാത്ത ഒരു സാധനം. 35 mm തിക്നെസ്, അതിന്റെ വിഡ്ത്ത് 3.5 feet വരിക എന്ന് പറയുന്നത് അതൊരു പ്രത്യേകതയാണ്. അത് ഫ്ലോറസ്റ്റ മാനുഫാക്ചർ ചെയ്യുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് വീടുകൾ മെയിൻ ഡോറുകൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. മെയിൻ ഡോറുകൾ ചെയ്യാൻ പറ്റുന്നു. ഫ്ലോറസ്റ്റയുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് സീറോ വുഡ് കൺസ്ട്രക്ഷൻ, അതായത് ബെറ്റർ ദാൻ ഫിനിഷസ് ബെറ്റർ ദാൻ വുഡ്, ലുക്സ് ലൈക്ക് വുഡ്. സീറോ വുഡ്, അതായത് ഒരു കുടക്കീഴിൽ മുഴുവൻ വീട് പണിയൊക്കെ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഒരേ സ്പേസിൽ ഒരേ കമ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് ലൈഫ് ടൈം ഗ്യാരണ്ടി അവൈലബിൾ ആണ്. പ്ലൈവുഡ്, തടി ഇതെല്ലാം മാറ്റി വെച്ചിട്ട് മുഴുവൻ സാധനവും WPC കഴിഞ്ഞാൽ ലൈഫ് ടൈം ഗ്യാരണ്ടി കമ്പനിയുടെ പ്രോഡക്റ്റിന് കമ്പനി കൊടുക്കും. വീട് പൊളിച്ച് മാറ്റിയാലും ഈ സാധനം എടുത്തോണ്ട് പോയി അടുത്ത വീട്ടിൽ വെക്കാം. അതാ പ്രൈം ബോർഡ്സിന് നമ്മള് കേരളത്തിൽ എവിടെയും സപ്ലൈ ചെയ്യാനുള്ള മെറ്റീരിയൽ ഞങ്ങൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അടൂര് ഞങ്ങൾക്ക് വലിയ ഗോഡൌൺ ഉണ്ട്. ഗോഡൌണിൽ ഞങ്ങൾക്ക് ആവശ്യം പോലെ സ്റ്റോക്ക് ഉണ്ട്. എവിടെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും, മെറ്റീരിയൽ ഡെലിവറി ചെയ്യാൻ പറ്റും. നന്ദനത്തിൽ അത് കൊണ്ടുവന്ന് നമ്മൾ ഇതുപോലെ യൂണിറ്റ്സ് ആക്കിയിട്ട് മാനുഫാക്ചർ ചെയ്ത് ഞങ്ങൾ ഡെലിവറി ചെയ്യും. രണ്ടു തരത്തിലും ചെയ്യാൻ പറ്റും. ഷീറ്റ്സ് ഞങ്ങൾക്ക് നേരിട്ട് വന്ന് ബന്ധപ്പെട്ടിട്ട് ഷീറ്റ്സ് എല്ലാം വാങ്ങിക്കും. ഞങ്ങളുടെ നമ്പർ ഇതിന്റെ ഒടിവ് കൊടുക്കുന്നതാണ്. അത് ആ നമ്പറിൽ കമ്പനിയെ ബന്ധപ്പെട്ടാലും ആ കമ്പനിയിൽ നിന്ന് ഞങ്ങൾക്ക് ഡയറക്റ്റ് ചെയ്ത് ഞങ്ങളുടെ അടുത്തേ വരത്തുള്ളൂ. അപ്പൊ കമ്പനിയെ ബന്ധപ്പെടാം. അപ്പൊ കസ്റ്റമർക്ക് ഒരു ധാരണയുണ്ട്, ഞങ്ങൾ കമ്പനിയിൽ പോയിട്ട് മാനുഫാക്ചറോട് ഡയറക്റ്റ് വാങ്ങിച്ചു. യു പർച്ചേസ് ഫ്രം ദ ഡയറക്റ്റ് ഫ്രം ദ സോഴ്സ്. അങ്ങനെ ചെന്നാലും ഒരു ഇഷ്യൂ ഇല്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് മാനുഫാക്ചറെ കോൺടാക്ട് ചെയ്യാം. എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് വെബ്സൈറ്റ്സ് ഉണ്ട്,
വെബ്സൈറ്റും കാര്യങ്ങളും ഗൂഗിളിലുണ്ട്. ഗൂഗിളിൽ ഫ്ലോസ്റ്റാർ www.flowstar.in അടിച്ചാൽ മാത്രം മതി. ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടുന്ന് ഡീറ്റെയിൽസ് എടുത്തു കംപ്ലീറ്റ്. അവിടെ നിങ്ങൾ കോൺടാക്ട് ചെയ്തു. ആക്ച്വൽ WPC എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ ആദ്യം ഫ്ലോറസ്റ്റാർ. ഓക്കെ. അപ്പൊ കൂടുതൽ കാര്യങ്ങൾ ഡീറ്റെയിൽസ് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നേരിട്ട് കാര്യങ്ങൾ ബന്ധപ്പെടാവുന്നതാണ്. നമ്മളെല്ലാ കാര്യങ്ങളും പറഞ്ഞു, വിശ്വാസ്യതയെ കുറിച്ചെല്ലാം നമ്മൾ പറഞ്ഞു. ഞങ്ങൾ പറയുന്നത് കസ്റ്റമേഴ്സ്, എൻഡ് യൂസേഴ്സ് ഇവിടെ വന്ന് കണ്ട് ബോധ്യപ്പെടുക, മെറ്റീരിയലിന്റെ സ്ട്രെങ്തിനെ കുറിച്ച് മനസ്സിലാക്കുക, മെറ്റീരിയലിന്റെ ക്വാളിറ്റിയെ കുറിച്ച് മനസ്സിലാക്കുക, സ്റ്റാൻഡേർഡിനെ കുറിച്ച് മനസ്സിലാക്കുക, അവൈലബിലിറ്റിയെ കുറിച്ച് മനസ്സിലാക്കുക, ഇതിന്റെ ജോയിനറി ടെക്നിക്സിനെ കുറിച്ച് മനസ്സിലാക്കുക. ഇതെല്ലാം കണ്ട് നിങ്ങൾ നേരിട്ട് ജസ്റ്റിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യുക. As a conclusion, what do you say about final your products About WPC, Floresta WPC. Floresta WPC? I hope you have watched the entire video now. Yeah. Actual WPC के बारे में मैंने बताया था. I have seen the features and the applications and हमारा जो services they have seen it. I am assuring you this is the best actual WPC in India. This is number one product in India. Okay. ठीक है? And we assure you the best services and the quality. We from the day one we have decided we should not compromise on the quality. Qualities issues. Quality is our main why we are success today after 8 years, 9 years because of the service and the quality. We don't compromise on this quality issues. And our product is present in pan India. Yeah. Pan India, everybody is very happy. Everybody from the top carpenters to contractors to architects, builders, and even the government. Even we are present in the government sector. PWD, CPWD, railways, and even we are supplying to IIT Guwahati, IIT Delhi. Till now, till today, people are lifting our actual WPC. People wanted, asking only for the actual WPC of Floresta. Now they're taking the name of Floresta. Okay. People earlier used to say WPC चाहिए. No, they want, they're naming the Floresta. मुझे Floresta WPC चाहिए because of the service and the quality. Okay. And our entire team in Kerala, they're doing a wonderful job. Wonderful means wonderful from the day one. Today we are here number one in Kerala because of all of you, because of teamwork. Johnson ji and Suresh ji and main हमारा chief Varghese ji. Okay. So we are with you. Yeah. Not today, tomorrow, day after tomorrow. Our product is a lifetime warranty product and we are with you forever. Any kind of problem, anything you have problem, please let us know. We are with you. We will help you. Okay. Thank you, sir. Thank you so much. Nice. Thank you so much, sir. Thank you very much for giving your wonderful time. Thank you, sir. Thank you, sir. Thank you, sir. Thank you very much. Thank you very much. Thank Thank you, sir. All the best. Thank you. Keep it up. Thank you, for sir. coming all the way from Thank you. Delhi. All the best. Keep it up. Hello. करते रहना. Right. Okay, all Thank the you. best. Bye bye. Thank you.